ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ ഡെസ്ക്ടോപ്പ് പി സി. ആ ഡെസ്ക്ടോപ്പ് പി സിയിൽ മദർബോർഡ് പോയായിരുന്നു. മദർബോർഡ് ചിപ്പ് ലെവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അത് പോയായിരുന്നു. അപ്പം നമ്മൾ അത് മാറ്റി കുറച്ച് നല്ല പഴക്കമുള്ള ഡെസ്ക്ടോപ്പ് ബോർഡാണ്, കുറച്ച് പഴക്കമുള്ള സിസ്റ്റത്തിൻ്റെയാണ്. എങ്ങനെ പോയാലും ഒരു 10 വർഷം പഴക്കമൊക്കെ ഉള്ള പഴയ ടൈപ്പ് ബോർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില മാനുഫാക്ചറർ എൻഡർ, ഫോക്സിൻ അങ്ങനെയൊക്കെയുള്ള മാനുഫാക്ചറർ ബോർഡുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പം 31 ഒന്നും കിട്ടാനില്ല, 41 ചിപ്പ് സെറ്റ് വരുന്ന ഒരു ബോർഡ് നമ്മൾ മാറ്റുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക, അല്ലാത്തവർ ഇഗ്നോർ ചെയ്യുക. എന്തായാലും നമുക്ക് പഴയ ബോർഡിനെ ഇളക്കിയെടുക്കാം. പഴയ ബോർഡ് ഇളക്കിയെടുത്തതിന് ശേഷം പുതിയത് നമുക്ക് അതിനകത്തേക്ക് വയ്ക്കാം. ഇത് വളരെ ഓൾഡ് CPU ആണ്, പക്ഷേ അത്യാവശ്യം ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മതി വർക്ക് ചെയ്യാൻ. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം തന്നെ അവർ റെഡിയാക്കി എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഓൾഡ് ബോർഡിനെ ഇളക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ പവർ കണക്ടറുകൾ. ഒന്ന് ഈ കാണുന്നത് നമ്മുടെ പ്രോസസ്സറിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന കോർ വോൾട്ടേജ് എന്ന്, അല്ലെങ്കിൽ ആക്സിലറി വോൾട്ടേജ് എന്ന് ഒക്കെ പറയുന്നു. ഇത് 80X പവർ സപ്ലൈയുടെ പവർ കണക്ടറാണ്, 24 പിന്നാണ്. നമ്മൾ അത് ഇളക്കിയെടുക്കാം. സ്ക്രൂസ് എല്ലാം അഴിച്ചെടുക്കുക. നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള കണക്ടറുകൾ ഞാൻ അഴിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇത് സാറ്റ കണക്ടർ എന്ന് പറയും. ഈ കണക്ടറുകളെല്ലാം റിമൂവ് ചെയ്യുക. ഇത് ഫ്രണ്ട് USB. ഇതാണ് നമ്മളെ ഫ്രണ്ട് പാനൽ സ്വിച്ചും ഹാർഡ് ഡിസ്ക് LED ഒക്കെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പഴയ മദർ ബോർഡ് വരുന്നത്. അപ്പം പഴയ മദർ ബോർഡിലുള്ള സാധനങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്പെയറാണ് നമ്മൾ, പുതിയ ബോർഡാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ DDR2 റാമാണ് ഇതിനകത്ത് വരുന്നത്. ആ റാം നമുക്ക് പഴയത് പുതിയ ബോർഡിലേക്ക് ഉപയോഗിക്കണം. അതുപോലെ ഈ CPU ഫാനിന് ആരോ മാർക്കുണ്ട്. ആ നോച്ച് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തിരിച്ചതിന് ശേഷം ജസ്റ്റ് പുള്ളി ചെയ്തിട്ട് പതിയെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫാൻ നമുക്ക് ഉപയോഗിക്കാണ്ട്. അതുപോലെ തന്നെ ഓൾഡ് പ്രോസസ്സർ പുതിയ ബോർഡിൽ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഏത് പ്രോസസ്സർ എന്ന് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അതിനകത്ത് ഹീറ്റ് സിങ്ക് ഉണ്ടാവും, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. ജസ്റ്റ് പെൻറ്റിയം D എന്ന് പറയുന്ന മോഡലാണ്. ഈ പ്രോസസ്സർ ആ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ബോർഡ്. ഈ ബോർഡിൻ്റെ ചിപ്സെറ്റ് പോയതാണ്. ചിപ്സെറ്റ് മാറ്റുന്നത് അത്ര പോസിബിലിറ്റിയുള്ള മാറ്റാം. നമ്മുടെ ഇപ്പം പുതിയ ബോർഡും ഇതിൻ്റെ സ്പെയർ കോസ്റ്റൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ അത്ര പോസിബിളല്ല. അപ്പോൾ എന്തായാലും ഈ ബോർഡ് മാറ്റാം. ക്യാബിനറ്റും ജസ്റ്റ് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഡിസ്പ്ലേ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പം ഡിസ്പ്ലേ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ SMBS കൂടി നമ്മൾ ഇളക്കിയെടുക്കണം. SMBS ജസ്റ്റ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് നമുക്ക് പുറമേ, ഈ ക്യാബിനറ്റിലല്ലാതെ പുറമേ വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ മതിയാവും. ഓക്കെ, ക്യാബിനറ്റ് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ക്യാബിനറ്റിൽ നമുക്ക് ഒടുവിൽ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാം. പറയാൻ പറ്റത്തില്ല, ഡിസ്പ്ലേ വരുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പുതിയ മദർ ബോർഡ് അതിൽ നിന്നെടുക്കാം. മദർ ബോർഡിൻ്റെ കൂടെ അതിൻ്റെ IO ഷീൽഡ്, ഒരു സാറ്റ കേബിള്,
അതിൻ്റെ ഡ്രൈവർ CD, യൂസർ മാനുവൽ, ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഏത് മദർ ബോർഡ് മേടിച്ചാലും അതുണ്ടാവും. പിന്നെ ആൻറ്റി സേഫ്റ്റി നല്ല കവർ പാക്കിങ്ങിൽ വരുന്നു. നമ്മൾ മദർ ബോർഡ് പോലുള്ള ഈ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ നമ്മുടെ ഫിംഗർ ഒന്നും തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഭാഗത്ത് പിടിച്ചെടുക്കുക. ഈ അടിഭാഗത്ത് നിന്ന് നമ്മുടെ ഫിംഗർ തൊടാൻ പാടില്ല. എന്നിട്ട് ബയോസ് പോലുള്ള സാധനങ്ങൾ പ്രോഗ്രാം എററാവും. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം കാരണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ CPU പുറത്തൊരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടാകും. അത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് പ്രോസസ്സർ ഇടാൻ വേണ്ടി ഇവിടെ രണ്ട് നോച്ചുകളുണ്ട് പ്രോസസ്സറിൻ്റെ. അത് നേരെ സൂട്ടായിട്ട് വരണം. ആ രീതിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഫാൻ മസ്റ്റായിട്ട് വയ്ക്കണം. അത് നന്നായിട്ട് ഹീറ്റാവും. പെൻറ്റിയൻ D പ്രോസസ്സറും കൂടെയാണ്. തിരിച്ച് നമ്മൾ ഇളക്കിയതിൻ്റെ ഡയറക്ഷൻ മാറ്റി ക്ലോക്ക് വൈസിൽ കറക്കി ഈ വൈറ്റ് ലോക്കെല്ലാം ഇതിൻ്റെ അടിഭാഗത്ത് വരണം. ഓക്കെ, എല്ലാ ലോക്കും വീണിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. നമുക്കിതിൻ്റെ ഫാനിൻ്റെ കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ റാം അതിനകത്ത് ഫസ്റ്റ് സ്ലോട്ടാണ് പ്രൈമറി സ്ലോട്ട്, അതിൽ തന്നെ ഇടുക. എന്നിട്ട് CPU പവർ കൊടുക്കുന്ന കോർ വോൾട്ടേജ് 80X പവർ കണക്ടർ, ഇത് രണ്ടും മതിയാവും നമുക്ക് മദർ ബോർഡ് ചെക്ക് ചെയ്യാം. എന്നിട്ട് മോണിറ്ററിൻ്റെ കേബിൾ, VGA കേബിൾ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പവർ കൊടുത്ത് SMPSൽ പവർ കൊടുത്ത് പവർ സ്വിച്ച് ട്രിഗർ ചെയ്യിപ്പിച്ച് ഡിസ്പ്ലേ ഉണ്ടാകുന്ന നോക്കാം. ഇത്രയും കാര്യമായി കഴിഞ്ഞാൽ ഓക്കെ. പവർ കേബിൾ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു. ഇതിൻ്റെ പവർ സ്വിച്ച് ഈ കാണുന്നതാണ്. ഇത് രണ്ടും USB. ഈ കാണുന്ന പവർ സ്വിച്ച് ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് കറങ്ങി നിന്നു. ഒന്നുകൂടി ട്രിഗർ ചെയ്ത് നോക്കാം. ജസ്റ്റ് കറങ്ങി നിന്നേ ഉള്ളൂ. SMPS വർക്കിംഗ് ആണെന്ന് നോക്കാം. അതാണ് ഈ പുറത്ത് വെച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ ക്യാബിനറ്റിനകത്ത് വെച്ചിട്ട് വീണ്ടും ഇളക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഓപ്പൺ സ്പേസിൽ വെച്ച് ഇപ്പം തന്നെ അത് ഡിസ്പ്ലേ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി നിന്നു. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു SMPS ഒന്നും വിഷയം ഇല്ലായിരുന്നു. എന്താണ് എന്ന് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കണം, എന്താണ് വിഷയമുള്ളതെന്ന്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ SMPS ചെക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ടെസ്റ്റർ ചെക്കർ എന്നൊക്കെ പറയാം. അതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ SMPS ഓക്കെ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. SMPS മാറ്റി നമുക്ക് വേറെ പുതിയ SMPS എടുക്കാം. ഇരുന്ന് കേടായതാണ്. SMPS മാറ്റി വേറെ വയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നും അത് SMPSൻ്റെ കംപ്ലയിൻ്റ് ആണോ പഴയ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നുന്നതിൻ്റെ കാര്യമില്ല. ഈ ബോർഡ് ഓൾറെഡി നമ്മൾ വേറെ SMPSും വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ SMPSും വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി SMPSും പോയിട്ടുണ്ടായിരുന്നിരിക്കാം. വേറെ പുതിയ SMPS വെച്ച് ചെക്ക് ചെയ്തതാണ് ബോർഡ്. അത് വന്നിട്ട് പവർ ഓൺ ആകുന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ട്രിഗർ ചെയ്ത് നോക്കാം ഡിസ്പ്ലേ ഉണ്ടോ. ഓക്കെ, എടുത്തു. ഡിസ്പ്ലേ വരുന്നുണ്ടോ നോക്കാം.
ഓക്കെ, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നോക്കാം, ഇല്ല എല്ലാം ക്യാബിനറ്റിനകത്ത് സെറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. ഇനി നമ്മുടെ ഇത് ഇരിക്കുന്ന പഴയ IO ഷീൽഡ് ഇളക്കി എടുക്കാം. പഴയ IO ഷീൽഡ് പഴയത് ഇളക്കി മാറ്റി, എന്നിട്ട് പുതിയ മദർ ബോർഡിൻ്റെ കൂടെ കിട്ടുന്ന പുതിയത് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പവർ കേബിൾ കണക്ട് ചെയ്യുക. കേബിളുകൾ മാനേജ് ചെയ്യുമ്പോൾ ഈ ഫാന് സ്റ്റക്കായി പോകാത്ത രീതിയിൽ അതിൻ്റെ അടിവശത്ത് കൂടി തന്നെ കൊണ്ടുപോകാം. ഓക്കെ, അത് അടിവശത്തൂടെ കൊണ്ടുപോകണം. നമ്മൾ പ്രോസസ്സറിൻ്റെ വോൾട്ടേജും കൊടുക്കണം. ഇത് കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരത്തില്ല കേട്ടോ. ബാക്കിയെല്ലാം വർക്ക് ചെയ്യും, ഫാനൊക്കെ റൺ ചെയ്യും, പക്ഷേ ഡിസ്പ്ലേ വരത്തില്ല. അതുകൊണ്ട് പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ പ്രോസസ്സർ വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. പിന്നെ മോളക്സ് കണക്ടറും സാറ്റ കണക്ടറും ഉണ്ട്, പവർ കണക്ടറുകളാണ്. അത് ഹാർഡ് ഡിസ്കിൻ്റെ പവർ കൊടുക്കുക. കണക്ടർ തിരിഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് CD ഡ്രൈവ് ഉണ്ട് ഇതിനകത്ത്, ഡ്രൈവിലും അതിൻ്റെ പവറും കൊടുക്കുക. ഇനി മദർ ബോർഡിൽ സാറ്റ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും 0 മുതൽ അങ്ങോട്ടുള്ള 0, 1, 2, 3 അങ്ങനെ നമ്പർ ഉണ്ടാവും. ഇതിൽ 4 സാറ്റ കണക്ടറുണ്ട്. അതിൽ ഞാൻ 0 കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് 0 ആണ്. അടുത്തതായിട്ട് നമ്മുടെ USB പവർ, ഫ്രണ്ടിലത്തേക്കുള്ള USB ആണ് അടുത്ത് കൊടുക്കാൻ പോകുന്നത്.
USB. USB 1, USB 2 ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സ്വിച്ച് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും. ഹാർഡ് ഡിസ്ക് LED ഫ്രണ്ട് സ്വിച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പം ഒരു പിന്ന് വെറുതെ ഉണ്ടാവും. അതിൻ്റെ ചേർന്നിരിക്കുന്ന റീസെറ്റ്, ഈ ഭാഗത്തിരിക്കുന്നത് പവർ, ഈ കാണുന്നത് പവർ ഓൺ LED, ഇത് ഹാർഡ് ഡിസ്ക് LED. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പവർ സ്വിച്ച് കൊടുത്തു. റീസ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തു. പവർ LED കൊടുത്തു. ഹാർഡ് ഡിസ്ക് LED കൊടുത്തു. പവറെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഒപ്റ്റിക്കൽ ഡ്രൈവിന്, അതായത് CD ഡ്രൈവിൻ്റെ കേബിളും കൂടെ അത് കണക്ട് ചെയ്തു. അപ്പം വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫാനിൽ തട്ടാത്ത രീതിയിൽ വയറെല്ലാം മാനേജ് ചെയ്ത് വയ്ക്കുക. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് വെച്ചു. ഹാർഡ് ഡിസ്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ കീബോർഡ് കൊടുക്കുക, മൗസും കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി പഴയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ OS ഉണ്ടാകും. അത് ബൂട്ട് ചെയ്ത് കയറിയില്ലെങ്കിൽ നമുക്ക് OS ചെയ്യേണ്ടി വരും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തായാലും നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ കണക്ട് ചെയ്ത് പവർ കൊടുത്തു. പവർ ബട്ടൺ ഓൺ ചെയ്തു. ഓക്കെ, അവർ പഴയ വയസ്സിൽ കയറുകയാണ്. എന്തെങ്കിലും കയറാൻ നോക്കാം. എൻ്റർ അടിച്ചു കൊടുത്തു. എന്തോ സംഭവിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ആക്കി ഓളിൽ അമർത്തുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.